മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. മോഹനമയമായി കാണുമിതെല്ലാം മായികമാണെന്നറിയൂ നീ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. ഈശ്വര സേവയ്ക്കുള്ളൊരു ജന്മം ശാശ്വതമല്ലെന്നോർക്കുകിൽ നീ. ആശിച്ചിടുകയില്ല പലതും കേശവനാമമിതല്ലാതെ. ഈശ്വര സേവയ്ക്കുള്ളൊരു ജന്മം ശാശ്വതമല്ലെന്നോർക്കുകിൽ നീ. ആശിച്ചിടുകയില്ല പലതും കേശവനാമമിതല്ലാതെ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. നാരായണനാമം പാടാതെ നാവിൽ വീഴും വാക്കുകളാൽ നാണം കെട്ടു നടക്കുവതെന്തിനു. നാമം നിന്നെ കാത്തിടും. നാരായണനാമം പാടാതെ നാവിൽ വീഴും വാക്കുകളാൽ നാണം കെട്ടു നടക്കുവതെന്തിനു. നാമം നിന്നെ കാത്തിടും. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. കാലം നിന്നെയെടുത്തും കൊണ്ടാ കാലനു നൽകേ നിന്റെ ഗതി. കാലികൾ മേയ്ക്കും കാർമുകിൽ വർണ്ണൻ നാമമിതല്ലാതെന്തുലകിൽ. കാലം നിന്നെയെടുത്തും കൊണ്ടാ കാലനു നൽകേ നിന്റെ ഗതി. കാലികൾ മേയ്ക്കും കാർമുകിൽ വർണ്ണൻ നാമമിതല്ലാതെന്തുലകിൽ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. കണ്ടിട്ടും കാണാത്തൊരു കൺകൾ കണ്ണൻ നിന്നിൽ തന്നല്ലോ. കണ്ണീരിൽ നീ ഓരോ നാളുകൾ എണ്ണുവതാരെ കണ്ടിടാൻ. കണ്ടിട്ടും കാണാത്തൊരു കൺകൾ കണ്ണൻ നിന്നിൽ തന്നല്ലോ. കണ്ണീരിൽ നീ ഓരോ നാളുകൾ എണ്ണുവതാരെ കണ്ടിടാൻ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. മോഹനമയമായി കാണുമിതെല്ലാം മായികമാണെന്നറിയൂ നീ. മാനവജന്മം പാഴാക്കാതെ മാധവനാമം പാടുക നീ. മാധവനാമം പാടുക നീ. മാധവനാമം പാടുക നീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ വാസുദേവം പരം ഗുരും. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാദൃതാനനന്ദോ മമ വാജി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഗുരുഭ്യോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ഗംഗണപതയേ നമഃ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. ചോറ്റാനിക്കരമേ ശരണം. കൊടുങ്ങല്ലൂരമേ ശരണം. മൂകാംബികാദേവീ ശരണം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ഹരേ തനും തേ ചരണൈസ്തുതീയൈഃ യഥാമതി യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമൽ ഭാഗവതം. മധുരം 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 മധുരാധിപതേരഖിലം മധുരം ആണ് വില്വങ്ങല സ്വാമിയാർ ഭഗവാനോട് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ രൂപം മാത്രമല്ല, ഓരോ അവയവവും ഗോപസ്ത്രീകൾ അത് നല്ല മലയാളത്തിൽ പറയുന്നു മാത്രം. എന്തൊരു ഭംഗിയാ കൃഷ്ണനെ കാണാൻ എന്നാണ് ഗോപസ്ത്രീകൾ പറയുക. അത് കവികൾ പാടുന്ന സമയത്ത് ഇങ്ങനെ പറയും, മധുരം 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 മധുരം. അവരാനന്ദ നൃത്തം ചെയ്യണു എന്നാണ്. ഭഗവാനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് ആ ആനന്ദ നൃത്തം ചെയ്യണു സജ്ജനങ്ങള്. അതാണ്. അങ്ങനെയുള്ള പല തരത്തിലുള്ള കഥകൾ സജ്ജനങ്ങൾ പറയാറുണ്ട്. വലിയൊരു കൽക്കണ്ടത്തിൻ്റെ കട്ട അതങ്ങോട്ട് ചെറുതാക്കി മുറിച്ചു, എന്നിട്ട് വെച്ചിട്ട് ഏത് കഷ്ണത്തിന് അധികം മധുരം എന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? പിന്നെ കൊതിയുള്ളവർ പറയും വലിയ കഷ്ണം മതി എനിക്ക് എന്ന് പറയുന്നു മാത്രം അല്ലേ. നീണ്ട കഥകളാവുമ്പോൾ അത്രയും കേട്ടിരിക്കാലോ, അതുമാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് മധുരത്തിന് ഒരിക്കലും വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറയണു. ഇവിടെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ് പറയണത്. ആ സൃഷ്ടിയിൽ കൂടിയിട്ട് ആ വർധന പറയുമ്പോൾ ഓരോരോ കഥകൾ ഓർഡറിൽ പറയാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനൊരു നയം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള സൃഷ്ടികൾ. അതാണ്. അത് ജീവന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും സജ്ജനങ്ങൾ. ഭഗവാൻ അതൊരു ലീല. വിശ്വം ചമയ്ക്കും ഉടനെയതു കാത്തഴിക്കും വിശ്വൈകനാഥനു കളിപ്പുര എന്ന പോലെ എന്നാണ് സജ്ജനങ്ങൾ പറയാറുള്ളത്. കുട്ടികൾക്ക് ആ കുട്ടിപ്പര ഉണ്ടാക്കി കളിക്കാൻ നല്ല ഇഷ്ടമല്ലേ.
അതുപോലെ ഭഗവാന്റെ ഭക്തന്മാരോട് കൂടിയിട്ട് ആടിപ്പാടി കളിക്കണു എന്നാണ്. ഭക്തന്മാരെന്ന് പറയുമ്പോൾ അതിൽ പലതരം ഭക്തന്മാരാ. ഭക്തന്മാരെന്ന് നമ്മളാണ് ഭക്തന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കണത്. ഭഗവാൻ ആ വ്യത്യാസമില്ല എന്ന് തോന്നും. ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് കഥ കേട്ടില്ലേ, ഹിരണ്യാക്ഷൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. പരമദുഷ്ടനാ എന്ന് തോന്നും. ഭഗവാനോട് യുദ്ധത്തിന് വന്നു, എന്നിട്ടെന്തേ? അപ്പം അയാൾക്ക് ആദ്യം മോക്ഷം കിട്ടി. അപ്പം ദുഷ്ടന്മാർക്ക് അനുഗ്രഹം വളരെ വേഗം കിട്ടണു. മോക്ഷമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കും മോക്ഷം കിട്ടിയാൽ മതി, മോക്ഷം കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കണവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആണ് ആ വക കഥകൾ. മോക്ഷം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ വലിയ വിഷമമൊന്നുമില്ല എന്നാണ്. നേരെ മറിച്ച് അതിനേക്കാളും ആനന്ദമാണ് ഭഗവാന് വേണ്ടി അങ്ങനെ ജീവിക്കുമ്പോൾ. ഭഗവാന്റെ കഥകൾ പാടുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, പല തരത്തിലിങ്ങനെ ഭഗവാനെ ഉപാസന ചെയ്യുക. അതാണ് ഇഷ്ടമുള്ളവരായിട്ട് നമ്മളുടെ ലൗകിക ഭാഷയിൽ പറഞ്ഞാൽ ഇഷ്ടമുള്ളവരായിട്ട് കൂടിക്കഴിയാനല്ലേ നമ്മൾ മോഹിക്കണത്. അല്ലാണ്ട് വേറൊരു തരത്തിൽ നമ്മൾ മോഹിക്കില്ല. അവരോട് കൂടി എപ്പോഴും കഴിയാൻ ആണ് നമ്മൾ മോഹിക്കുക. ഇതേപോലെ പരമഹംസരാധാ പറയുക, മധുരസാധനങ്ങൾക്ക് പഞ്ചാരയ്ക്കൊക്കെ മോഹമുണ്ടെങ്കിൽ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കാനല്ലേ കുട്ടികൾ മോഹിക്കുക. എന്ത് കഴിക്കാൻ കൊടുത്താലും, ദോശ കൊടുത്താലും ഇഡ്ഡലി കൊടുത്താലും എന്ത് കൊടുത്താലും പറയും എനിക്ക് പഞ്ചാര വേണം എന്ന് പറയും കുട്ടികൾ, അല്ലേ? എന്താ അത്? ആ മധുരത്തിനോടുള്ള ആസക്തി. ഇതേപോലെ ഭക്തന്മാർക്ക് എന്തിനും ഈ മധുരം 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 മധുരാധിപതേരഖിലം, മധുരമായ ഭഗവാനോടുകൂടി അങ്ങനെ കൂടിക്കഴിയുക എന്നുള്ളത് വളരെ രസമാണ് എന്ന് കാണിക്കണു. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. ആ പ്രപഞ്ച സൃഷ്ടി നമ്മൾ പറഞ്ഞൂലേ, ഏതൊക്കെ തരത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. പ്രേതങ്ങൾ, പിശാചുക്കൾ, അങ്ങനെ ഒരു വാക്ക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കേട്ടു സന്ധ്യാദേവിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യ സൃഷ്ടി ഏതൊക്കെ തരത്തിലാണ്. 10 പുത്രന്മാരുണ്ടായ കഥ. മരീചിരാത്രി അങ്കിരസവും പുലസ്ത്യ പുലഹക്രതവും ഭൃഗുർവസിഷ്ഠോ ദക്ഷശ്ച ദശമസ്തത്ര നാരദ. അങ്ങനെ 10 പുത്രന്മാരുണ്ടായത്, സനകാദികളുണ്ടായത്, മഹാദേവൻ ഉണ്ടായത്, ഈ വക കഥകളൊക്കെ നമ്മൾ കേട്ടുല്ലോ. അതേമാതിരി ബ്രഹ്മാവിൽ നിന്ന് മനുഷ്യ സൃഷ്ടി ഉണ്ടായി. അപ്പോഴാണ് ബ്രഹ്മാവ് ഏറ്റവും സന്തോഷിച്ചത് എന്ന് പറഞ്ഞു. സ്വയംഭുവ മനു ശതരൂപ, അവരുടെ ആ വംശാണ് ഇനി ഇപ്പോൾ ഇവിടെ പറയണത്. എന്താ അത്? സമനുസ്മൃതതാവഗാംഘ്രിയുഗ്മ സമനു പങ്കജ സംഭവംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ സ്വയംഭുവസ്യ ചമനോർ വംശ പരമസമ്മത എന്നൊക്കെയാണ് തുടങ്ങുമ്പോൾ തന്നെ വിതുരൻ മൈത്രേയനോട് ചോദിക്കണത്. അത് വളരെ ഗംഭീരാണല്ലോ, എല്ലാവർക്കും സമ്മതാണ്. സ്വയംഭുവ മനുവിൻ്റെ വംശം ഞാൻ കേട്ടിട്ടുണ്ട്. പുത്രന്മാര്, പുത്രിമാര്, അതിലത്തെ സന്തതി പരമ്പരകൾ ഒക്കെ വളരെ ഗംഭീരാണ്. അതുകൊണ്ട് അങ്ങനെ അതിൽ കൂടി ഉള്ള ഭഗവാന്റെ ലീലകൾ വെച്ചാൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ചത്. ഒരാളെ അനുഗ്രഹിച്ച മാതിരി ഭഗവാൻ ഒരാളെ അനുഗ്രഹിച്ചിട്ടില്ല. അത് തന്നെയാണ് ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകത. എല്ലാവരും ഒന്നാ പ്രാർത്ഥിക്കുക ഭഗവാനോട്. നമ്മളൊക്കെ എന്താ പ്രാർത്ഥിക്കാറുള്ളത്? മഹാഗണപതിയുടെ മുമ്പ് ചെന്ന അനുഗ്രഹിക്കണേ എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. ഏത് തരത്തിലാണ് അനുഗ്രഹിക്കേണ്ടത് എന്നുള്ളത് അവിടെ അറിയാം, മഹാഗണപതിക്ക് അറിയാം ഓരോരുത്തരെയും എങ്ങനെ അനുഗ്രഹിക്കണമെന്ന്. അതാണ് ഇവിടെ കാണിക്കണത്. അതിൽ ആ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നാണ് കർദമ പ്രജാപതി ഉണ്ടായത് എന്ന് ആദ്യം പറഞ്ഞു വെച്ചു. ആ കർദമ പ്രജാപതി വിവാഹം കഴിച്ചത് സ്വയംഭുവ മനുവിൻ്റെ പുത്രി ദേവഹൂതിയെ ആണല്ലോ. അപ്പോൾ അതിൽ ആണ് കപിലാവതാരം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള കഥ, പ്രത്യേകിച്ചും പലതരം കാര്യങ്ങൾ ലൗകികമായിട്ട് നോക്കിയാലും ആധ്യാത്മികമായിട്ട് നോക്കിയാലും എത്ര കാര്യങ്ങളാണ്. ഇവിടെ പെൺകുട്ടികളുടെ വംശമാണ് ആദ്യം വർണ്ണിക്കണത്. സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥാനം കൊടുത്തുകൊണ്ടാണ് എന്ന് നമുക്ക് തോന്നും. നമ്മളുടെ ഇടയിലൊക്കെ ഒരു വിശ്വാസമുണ്ട്, സ്ത്രീകൾക്ക് സ്ഥാനം കുറച്ച് കുറവാണ് എന്നൊക്കെ ഒരു വിചാരമുണ്ട്.
ഇല്ല എന്നാണ്. മഹാത്മാക്കളുടെ കഥകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ആ പുരുഷന്മാരുടെ ഒപ്പം സ്ത്രീകളും ആ ഒപ്പം നിന്ന് ഭഗവാനെ സേവിച്ച് ആ സൽഗതി നേടണതായിട്ടുള്ള കഥകൾ ആർക്കും വ്യത്യാസമില്ല. ഭഗവാനിൽ ഭക്തി സമ്പാദിക്കുകയാണെങ്കിൽ എന്നിവിടെ കാണിക്കണു. അതുമാത്രമേ നമ്മൾ സമ്പാദിക്കേണ്ടതുള്ളൂ. അത് കിട്ടുകയാണെങ്കിൽ വളരെ ഗംഭീരായി. ആരായാലും അതില്ലെങ്കിലോ മഹാമോശം തന്നെയാണ്. പിന്നെ ആരായിട്ടും കാര്യമില്ല. ഇതാണ് ഓരോ കഥകളിൽ കൂടിയിട്ടും ഇവിടെ കാണിക്കണത്. കർദമ പ്രജാപതി എന്താ ചെയ്തത്? കർദമ പ്രജാപതിയോട് ബ്രഹ്മാവ് പറഞ്ഞുണ്ടായപ്പോൾ ബ്രഹ്മാവ് പുത്രന്മാരോടൊക്കെ ഒന്നേ പറയുള്ളൂ, സൃഷ്ടി വർദ്ധിപ്പിക്കൂ എന്നേ പറയുള്ളൂ. അതാണ് സനകാദികൾക്ക് ദേഷ്യം വന്നത്. ഞങ്ങൾ ആ വഴിക്ക് പോണവരല്ല, ഞങ്ങളുടെ വഴി മാറിയിട്ടാണ് എന്ന് പറഞ്ഞു സനകാദികൾ. എന്നാ കർദമ പ്രജാപതിക്ക് പിന്നെ അദ്ദേഹം വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ അച്ഛനോട് പറയാൻ പാടില്ലല്ലോ, അയ്യോ ഏറ്റെടുക്കണ്ടേ കഥ. താവൽ പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ. കർദമ പ്രജാപതി സരസ്വതി നദീ തീരത്ത് ചെന്ന് ഗംഭീരായിട്ടുള്ള ആ തപസ് തുടങ്ങി. കൃതയുഗത്തില് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ 10,000 കൊല്ലാണ് അദ്ദേഹം തപസ് ചെയ്തത്. കുറച്ചു കാലമൊന്നുമല്ല. ഭഗവാനെ നല്ലോണം അങ്ങനെ പൂജിക്കുക. അങ്ങനെ പൂജിച്ച് തൻ്റെ പൂജയേറ്റ് തൻ്റെ മുമ്പിൽ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണ ഭഗവാനെ എടുത്ത് അദ്ദേഹം ഉള്ളിൽ വെക്കും. എന്നിട്ട് തൻ്റെ ഹൃദയ താമരയിൽ ശോഭിക്കണതായിട്ടുള്ള ആ ഭഗവാനെയും കണ്ടങ്ങനെ ധ്യാനിച്ചിരിക്കും. എത്ര കാലമാണെന്ന് വെച്ചില്ല. പിന്നെ എപ്പോഴാണോ ഉണരണത് അപ്പോഴാണ് അദ്ദേഹം പൂജ തുടങ്ങുക. അങ്ങനെ 10,000 കൊല്ലം അദ്ദേഹം തപസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ വളരെ മനോഹരമായിട്ടുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൃഷ്ട്വാ ഖേവസ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം. എന്തൊരു മനോഹരാണ് ഭഗവാന്റെ രൂപം. കയ്യിൽ നല്ല വെളുത്ത താമരപ്പൂവൊക്കെ പിടിച്ച് ശംഖ ചക്രം ഗദാ പത്മം 4 കൈയോടുകൂടി മനസ്പരിശസ്മിതേക്ഷണം എന്ന് പ്രത്യേകം പറഞ്ഞു. ഭഗവാന്റെ ആ തിരുമുഖവും ആ കടാക്ഷവും മന്ദസ്മിതവും ഒക്കെ അങ്ങനെ കണ്ടല്ലോ. ആ കടാക്ഷം അങ്ങനെ കണ്ട അതങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി അങ്ങനെ പോകുന്നാ പറയണത്. അത്ര മാധുര്യ. അതാണ് നമുക്ക് പിന്നെ അത് മറക്കാൻ പറ്റില്ല. അത്ര മനോഹരായിട്ടുള്ള മധുരമധുരമായിട്ടുള്ള ആ കടാക്ഷം. ജാതഹരിഷോപതൻ മൂർധന പാദത്തിലെ വീണങ്ങനെ നമസ്കരിച്ചു. വളരെ സന്തോഷമായി അദ്ദേഹത്തിന്. ഗംഭീരായിട്ട് അദ്ദേഹം ഇതുവരെ പൂക്കളെ കൊണ്ടും ഇല്ലേ, പത്രം പുഷ്പം ഫലം തോയം എന്നൊക്കെ പറയണില്ലേ, അങ്ങനെ പല സാധനങ്ങളെ കൊണ്ടാണ് നമ്മൾ പൂജിക്കാറുള്ളത്. ഇപ്പോൾ വാക്കുകളെ കൊണ്ട് അദ്ദേഹം പൂജിച്ചു. എന്തേ പറഞ്ഞത് ഭഗവാനോട്? വളരെ ഗംഭീരായി. കാരണം സിദ്ധനായി ഞാൻ, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ദുഷ്ടംബദാദ്യാഖില സത്വരാശേ സാംസിദ്ധ്യമക്ഷണോസ്തവ ദർശന എന്ന അദ്ദേഹം പറയാണ്. എപ്പോഴാ നമ്മളുടെ കണ്ണ് സഫലാവണത്? അതോ ഗോപസ്ത്രീകൾ പറയുന്നുണ്ട്, എന്താ അക്ഷൺവതാം ഫലമിതം ന പരം വിദാമ സഖ്യ. തോഴിമാരെ ദാ ഇപ്പം എത്ര നന്നായി, നമ്മളുടെ കണ്ണുകൾ സഫലായി, നമുക്ക് കണ്ണുകൾ കിട്ടിയതിൻ്റെ സാഫല്യായി എന്ന് പറയുന്നുണ്ട്. അതാണ് കർദമ പ്രജാപതി ആദ്യം പറഞ്ഞത്. ഇതൊക്കെ നമുക്കൊരു പാഠാണ്. അതാണ് എന്തിനാ ഭാഗവതത്തിലെ കഥകൾ കേൾക്കണത്? ഓരോരുത്തരും പറഞ്ഞത് ശ്രദ്ധിച്ച്. ഇതൊക്കെ ആരോടാ പറയണത്? അവർ ഭഗവാനോട് ആണ് പറയണത്. പരോക്ഷമായിട്ട് പറഞ്ഞാൽ അതൊക്കെ നമ്മളോടാ പറയണത്. നിങ്ങൾക്കൊക്കെ എന്തിനാ കണ്ണുകൾ കിട്ടിയിരിക്കണത്? ഭഗവാനെ കാണാനാണേ. മറക്കരുതേ. ഓരോന്നും കണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാറാവണം. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെ അന്വേഷിക്കാറായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് നമ്മൾ പലതും കാണുന്നത്. ഇതിലെനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടോ, ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തിരയാണ് നമ്മൾ. സജ്ജനങ്ങൾ പറയാറുണ്ടത്. നമുക്ക് ആ ഒരു ബോധം വരണം കഥകൾ കേട്ട്. ഇപ്പം ആ ഭഗവാനെ കണ്ടപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞു. അവിടുത്തെ ഭജിച്ച് സ്വതേ അവിടുത്തെ എങ്ങനെ ഭജിക്കണം, നിഷ്കാമനായിട്ട് ഭജിക്കണം. അതാണ് വേണ്ടത്. പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്, എന്താ വിവാഹം കഴിച്ച് പിന്നെ സൃഷ്ടി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും സാധാരണ ബുദ്ധിയില്ലാത്തവരാണ് അവിടുത്തോടെ ഓരോ മോഹങ്ങൾ പറയുക, ഓരോ മോഹങ്ങൾ സാധിക്കാൻ വേണ്ടി അവിടുത്തെ ഭജിക്കുക.
പക്ഷേ അങ്ങനെയൊക്കെ വേദാന്തം പറഞ്ഞാലും ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ഭജിക്കണത്. തഥാ സചാഹം പരിവോഢുകാമ സമാനശീലാം ഗൃഹമേധധേനും ഉപേയിവാൻ മൂലമശേഷമൂലം ദുരാശയ കാമദുഃഖംഘ്രിപസ്യ. നമ്മൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണത് എന്തിനു വേണ്ടിയിട്ടാ? എന്തൊക്കെയോ ചില മോഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വക മോഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ഞാനും തീരുമാനിച്ചു ഒരു ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ എന്ന് കർദമ പ്രജാപതി ഭഗവാനോട് പറയുന്നത് കേട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുതേ എന്നാണ് ഭാഗവതം പറയണത്. അടുത്ത ശ്ലോകം കേട്ടാൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹം എന്താ പറയണത്? വെറുതെ ഒരു ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് അച്ഛൻ പറഞ്ഞു വെച്ചിട്ട് അല്ല, അതെങ്ങനെയുള്ളതായിരിക്കണം? പരസ്പരം ത്വൽഗുണവാദസീധുപീയൂഷ നിര്യാപിത ദേഹധർമാഹ. ഗൃഹസ്ഥാശ്രമാണ് സ്വീകരിച്ചതെന്നുണ്ടെങ്കിലും എനിക്കതിൽ ബന്ധം ഉണ്ടാവരുതേ എന്നാണ്. അവിടുത്തെ കഥകൾ പറഞ്ഞും കേട്ടും അങ്ങനെ സമയം കഴിക്കാറാവണം. അങ്ങനെ ഉള്ളതായിട്ടുള്ള ഒരു ഗൃഹസ്ഥാശ്രമം അവിടുന്ന് എനിക്ക് അനുവദിച്ചു തരണേ എന്നാണ്. അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേൾക്കലുമായി, എനിക്ക് ആ വേണ്ട പോലെ അവിടുത്തെ സേവിക്കലുമായി. അതാണ്, അവിടുന്ന് സൃഷ്ടി ചെയ്താലും അവിടുത്തേക്ക് സൃഷ്ടി ബാധിക്കണില്ല, അതിൽ ബന്ധം വരണില്ല. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് ഒരു പ്രത്യേക അപേക്ഷയാണ്. തം ത്വാനുഭൂത്യോ വരതക്രിയാർത്ഥം സ്വമായയാ വർത്തിത ലോകതന്ത്രം. അങ്ങനെയുള്ള അവിടുത്തെ ആ പാദമുണ്ടല്ലോ, നമനീയ പാദ സരോജം അൽപീയസി കാമവരുഷം. അവിടുത്തെ സേവിച്ചാൽ എന്താ കിട്ടാത്തത്? എല്ലാ മോഹങ്ങളും സാധിപ്പിക്കണതാണ്. ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഗുരുവായൂരപ്പനോട് പറയണില്ലേ, നമ്രാണം സന്നിധത്തെ. അത്രേ വേണ്ടു. അവിടുത്തെ അടുത്ത് വന്നിട്ട് ഒന്നങ്ങനെ വീണ് നമസ്കരിക്കുക. അത്രയും മതി. അപ്പം തന്നെ ഭഗവാൻ കാരുണ്യം കൊണ്ട് നീ എന്തിനാ വന്നിരിക്കണത്? മനസ്സിലായി. എല്ലാ മോഹങ്ങളും അങ്ങനെ സാധിപ്പിച്ച് തരികയായി. അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് കർദമ പ്രജാപതി ഭഗവാനെ വീണ് നമസ്കരിച്ചത്. ഭഗവാനും അതേ മന്ദസ്മിതം ചെയ്തും കൊണ്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരിക്കണോ അങ്ങയുടെ എന്ത് മോഹം കൊണ്ടാണ്, എന്തിനാണ് എന്നെ സേവിക്കണതെന്നൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാവരോടും ഭഗവാന് പറയാനുള്ളത് അതാണ്. നമ്മൾ എന്തൊക്കെയോ പ്രാരബ്ധം ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പറയാറുണ്ട്. ഭഗവാൻ എന്താ പറയുക? എന്താ ഈ ഭഗവാൻ ചിരിച്ചും കൊണ്ട് നിൽക്കണേ എപ്പോഴും നമ്മളുടെ മുഖത്ത് നോക്കിയിട്ട്? ഞാനിതൊക്കെ എന്നേ അറിഞ്ഞു. ഇതാണ് ഭഗവാന്റെ നാട്യം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ അതിനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങയുടെ ആ ഗംഭീരായിട്ടുള്ള ഭജനം അത് വെറുതെ ആവില്ല. ബ്രഹ്മാവർത്തത്തിലിരുന്ന് ഈ പ്രപഞ്ചത്തെ ഭരിച്ചും കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാക്ഷാൽ മനു സ്വന്തം പുത്രിയായിട്ടുള്ള ദേവഹൂതിയോടും പത്നിയോടും കൂടി ഇവിടെ വരും. ആ ദേവഹൂതി ദേവി അങ്ങക്ക് യോജിച്ച പെൺകിടാവാണ്. അവിടത്തേക്ക് വിവാഹം കഴിക്കാം. അതിൽ 9 പെൺകുട്ടികളുണ്ടാവും എന്നൊക്കെയാണ്. സഹാഹം സ്വാംശകലയ. അത് കഴിഞ്ഞാൽ 10ാമത് ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് അവതരിച്ചോളാം, പോരെ എന്നങ്ങനെ ചോദിച്ചാൽ എന്താ ഇനി ഇതിലധികം ഒന്ന് പറയാനുള്ളത്? അല്ലേ? ഭഗവാനെ സ്വന്തം പുത്രനായിട്ട് നേടുക എന്ന് പറഞ്ഞാൽ ഇതിലധികം ഒരു ഭാഗ്യം പിന്നെ എന്താ? ആ ഭഗവാനെ വീണ് നമസ്കരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഭഗവാൻ അങ്ങട് അന്തർധാനം ചെയ്തത് എന്ന് വിതുരനോട് മൈത്രേയൻ പിന്നെ കർദമ പ്രജാപതി ആ കാലവും കാത്ത് തൻ്റെ ആശ്രമത്തിൽ കാത്തിരുന്നു. മനു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മനു തൻ്റെ പത്നിയായിട്ടുള്ള ശതരൂപയോടും ദേവഹൂതിയോടും കൂടി ആശ്രമത്തിൽ അങ്ങനെ വന്നപ്പോൾ എന്തൊരു മനോഹാരിതയാണ്. നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല മഹർഷിമാർ തപസ് ചെയ്യണ ആശ്രമങ്ങൾ. അതിൻ്റെ മനോഹാരിത, അവിടെ ഒരു ശാന്തി അവിടെ കുറേ അധികം നിലനിൽക്കും എന്നാണ്. നമ്മളുടെ മനസ്സിന് നമ്മളറിയാതെ എന്തോ ചില അനുഭൂതികളുണ്ടാവും അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പം തന്നെ. അതങ്ങനെ അനുഭവപ്പെട്ടു മനുവിന്. കാരണം അദ്ദേഹം ഗംഭീരമായിട്ട് ഭഗവാനെ ഭജിക്കണ ആളാ.
അപ്പൊ അതിൻ്റെ ഒരു അനുഭൂതി ശരിക്ക് അവിടെ ചെന്നപ്പോൾ അങ്ങനെ അനുഭവപ്പെട്ടു. പോരാ, അദ്ദേഹത്തിനെ കർദമ പ്രജാപതിയെ കണ്ടപ്പോഴും ദദർശമുനിമാസീനം തസ്മിൻ ഹുതഹുതാശനം എന്നൊക്കെയാണ്. നല്ല ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞാൽ ആ അഗ്നി അങ്ങനെ ശാന്തമായിട്ട് അങ്ങനെ ആളി കത്തുമ്പോൾ അതിനൊരു ചൈതന്യമില്ലേ, നമ്മളറിയാണ്ട് ഏത്തോട്ട് പോവും അവിടെ ചെന്ന്. അതുപോലെയാണ് അതിൻ്റെ ആ ശോഭ. അദ്ദേഹം അതുപോലെയാ. ആ തപസ്സിൻ്റെതായിട്ടുള്ള തപസ്സിദ്ധി, വിദ്യോതമാനം വപുഷ, എന്തൊരു ചൈതന്യ. 10,000 കൊല്ലായി ഭജിക്കണമെന്നുണ്ടെങ്കിലും ലവലേശൊരു ക്ഷീണമൊന്നുമില്ല എന്നാണ്. എന്താ കാരണം? തദ്വ്യാഹൃത അമൃതകല പീയൂഷ ശ്രവണേനച്ച എന്നൊക്കെയാണ്. ഭഗവാനാണ് ഉള്ളില് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണത്. എന്താ? ഭഗവാന്റെ വാക്കുകളാ. ഭഗവാൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് തന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതം ഇനി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ആ സന്തോഷത്തിലാണ് അവിടെ ചെന്ന് മഹർഷിയെ വീണ് നമസ്കരിച്ച് അപ്പോൾ വേണ്ട പോലെ സൽക്കരിച്ച് ഇരുത്തി കർദമ പ്രജാപതി. എന്നിട്ട് ചോദിച്ചു, അവിടുന്ന് എന്തിനാണ് വന്നത് എന്ന് ചോദിക്കണതിന് അർത്ഥമില്ല. ഇങ്ങനെ ആയിരിക്കണം മഹാരാജാക്കന്മാരെന്നാണ്. ആ രാജധർമ്മം ഗംഭീരമായിട്ട് അങ്ങനെ പറയും കർദമ പ്രജാപതി. രാജാക്കന്മാര് എപ്പോഴും ആ കണ്ണ് തുറന്നിരിക്കണം എന്നാണ്. വളരെ ബദ്ധശ്രദ്ധന്മാരായിട്ട് ഇരിക്കണം. അപ്പോഴേ ലോകത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ, ധർമ്മം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ആ ധർമ്മികൾ തല പൊക്കും. അതാണ്. അപ്പോൾ അങ്ങ് എല്ലാ ദിക്കിലും തൻ്റെ ആ വില്ല് കൈ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് വളരെ ശരിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാലും ഞാൻ അങ്ങനെ ഉപചാരം ചോദിക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ഇവിടെ വന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം എന്താണ്? എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാം എന്നങ്ങനെ പറഞ്ഞ സമയത്ത് മനു പറയാണ്, ഞാൻ കേട്ടു അവിടുത്തെ പറ്റിയിട്ട്, അവിടുന്ന് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കണു എന്ന് ഞാൻ കേട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പറ്റി നാരദാദി മഹർഷിമാരിൽ നിന്ന് കേട്ടതായ എൻ്റെ പുത്രി ദേവഹൂതി അവിടുത്തെ വിവാഹം കഴിക്കാൻ മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം. അപ്പം അവിടുത്തേക്ക് വിവാഹം സമ്മതാണെങ്കിൽ ദേവഹൂതിയെ സ്വീകരിക്കാം എന്നാണ്. അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ചിലവർക്ക് അങ്ങനെ ഉണ്ട്. ചില ആലോചന വരണ സമയത്ത് ഹേയ് ഞാൻ അങ്ങനെയൊന്നും ഇപ്പം ഭാവമായിട്ടില്ല, അങ്ങനെയൊന്നും ഇപ്പം വിചാരിക്കണേ ഇല്ല എന്നൊക്കെ പറയും ചിലവർ. എന്താ ഇതൊന്നും ആവില്ല മനസ്സിൽ. അപ്പം അതല്ല അതിൻ്റെ ശരി. വേണമെന്നുണ്ടെങ്കിൽ ആ സമയം യോജിച്ച് വരണ സമയത്ത് അതിനെ സ്വീകരിക്കുക. അങ്ങനെ കേട്ട സമയത്ത് ശരിയാണ്, ബാഠമുദ്വോഢ കാമോഹം അപ്പുറത്താച്ച തവാത്മജ. അവിടുത്തേടെ ഇങ്ങനെ സർവഗുണ സമ്പന്നയായിട്ടുള്ള ഒരു പുത്രിയെ, ഒരു കന്യകയെ കാണുന്ന സമയത്ത് ആരാ വേണ്ടെന്ന് പറയുക? ആ ദേവഹൂതിയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട്. ഗന്ധർവന്മാരു കൂടി വിമാനത്തിൽ പോകുമ്പോൾ പന്തടിച്ച് കളിക്കണ ദേവഹൂതിയെ കണ്ടിട്ട്, ദേവഹൂതിയുടെ സൗന്ദര്യം കണ്ടിട്ട് മോഹാലസ്യപ്പെട്ട് വീണുപോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ബന്ധം വരണ സമയത്ത് ആരാ അത് തട്ടിക്കളയുക? എനിക്ക് സമ്മതാണ്, പക്ഷേ എനിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും കർദമ പ്രജാപതി. എന്താ അത്? വിവാഹം കഴിഞ്ഞ സന്തത്യർത്ഥാണ് വിവാഹം. എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്? സൽസന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണല്ലോ ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുക. അപ്പം സൽസന്താനം ഉണ്ടാവുക വേണ്ട. സന്താനം ഉണ്ടായാൽ ഞാൻ അപ്പം സന്യസിക്കും. അതാണ്. അപ്പം അത് സമ്മതാണെങ്കിൽ എനിക്ക് വിവാഹം സമ്മതാണ് എന്ന് കർദമ പ്രജാപതി. ദേവഹൂതിയുടെ മുഖത്തൊന്നിങ്ങനെ നോക്കുക വേണ്ടു. മുഖേന ചേതോ ലുലുഭേ ദേവഹൂത്യാഹ എന്നൊക്കെയാണ്. ആ കീഴ്പ്പെട്ട് നോക്കി അങ്ങനെ പുഞ്ചിരി ചെയ്തും കൊണ്ട് ഇരിക്കണതായിട്ടുള്ള ദേവഹൂതിയെ കണ്ടപ്പോൾ അച്ഛനും മനസ്സിലായി. പിന്നെ അപ്പം അങ്ങോട്ട് കഴിഞ്ഞു വിവാഹം. അവിടെ വേറെ ഒരാളില്ല എന്നർത്ഥാണ്. ആഗോള ചക്രവർത്തിയാണേ സ്വന്തം പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കണത്. ആർക്ക്? കാട്ടിൽ തപസ് ചെയ്തിരിക്കണതായിട്ടുള്ള ഒരു മഹർഷിക്ക്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ വിവാഹം എങ്ങനെയാണ് ഉണ്ടായിരിക്കണത്? തൻ്റെ മകളുടെ കൈ പിടിച്ച് മഹർഷിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുക. അത്രേ ഉള്ളൂ. എന്നാൽ എത്രയാ സമ്മാനങ്ങൾ തൻ്റെ പുത്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി, ആഭരണങ്ങളും പട്ടുകളും ഒക്കെ ആയിട്ട് എത്രയാ സമ്മാനങ്ങൾ കൊണ്ടുവന്നിരിക്കണത്. ഒക്കെ അവിടെ ഒരു ആശ്രമമുണ്ട്, അതിലവിടെ വെച്ചു, അത്ര തന്നെ. അങ്ങനെയുള്ള തൻ്റെ പുത്രിയെ ഇങ്ങനെയൊരു
അല്ല, ആലോചിച്ചാൽ എത്ര ദുഃഖം ഉണ്ടാവും അച്ഛനമ്മമാർക്ക്. ശതരൂപ മഹാരാജ്ഞി പാരിബഹാൻ മഹാധനാൻ ഈ വക സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവിടുന്ന് പോവാൻ പുറപ്പെട്ടപ്പോ അശക്നുവം തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹും, മകളെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കുറെ കരഞ്ഞു. ഹേയ്, അപ്പൊ അമ്മയ്ക്കേ ഉള്ളൂ ദുഃഖം, അച്ഛന് ദുഃഖമൊന്നും ഉണ്ടായില്ലേ? ഇല്ല എന്നാണ്. അദ്ദേഹത്തിന് ദുഃഖിക്കാനുള്ള നേരമില്ല എന്നാ പറയണത്. എന്താ അത്? ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോണം. അവിടെ ചെന്ന് തൻ്റെ ബരിഹിഷ്മതി നാമപുരി, ബരിഹിഷ്മതി എന്നുള്ള തൻ്റെ കൊട്ടാരത്തിൽ എത്തിയിട്ട് വേണം തേവാരം തുടങ്ങാൻ. അതാണ് ഇന്നന്ന സമയത്ത് ഇന്നതൊക്കെ ചെയ്യുക, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നാമം ജപിക്കുക, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ധ്യാനിക്കുക, ദാനാദികൾ ചെയ്യുക. അപ്പോഴേക്ക് കുറേ ആൾക്കാർ ഉപദേശം മേടിക്കാൻ വന്നിട്ടുണ്ടാവും. അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. ഭരണം തൻ്റെ കീഴിലാ, താൻ ചെയ്യണ്ടേ അത്. എത്ര എത്ര കാര്യങ്ങളാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാനെ പറ്റി കവിത എഴുതുക. വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയ. എല്ലാ സമയവും കഴിയുമ്പോഴൊക്കെ നേരം കുറേയായി, ഇനി കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണ്ടേ, കിടക്കണ്ടേ, നാലല്ലേ നാളെ നേരത്തെ 3 മണിയാകുമ്പോഴേക്കേ എണീക്കാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴാ ആ മകളെക്കുറിച്ച് ആലോചിച്ച് കരയുക? ദുഃഖിക്കാൻ സമയമില്ല എന്നാണ്. ശാരീര മാനസാദിവ്യ വയ്യാസേ ഏച്ചമാനുഷാഹ ഭൗതികാശ്ച കഥം ക്ലേശാഹ ബാധന്തേ ഹരിസംശ്രയം എന്നാണ്. ഇതിപ്പോൾ നമുക്കുള്ളൊരു ഉത്തരാണ്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് മഹാഗണപതിയുടെ അടുത്ത് വരണം എന്തിനാ? എത്രയോ ദുഃഖങ്ങൾ പറയാനാ. അപ്പം ഇതിനടുത്ത് ഒരാൾ പറയുന്നെ ചെയ്തു, ഇനി കാണുമ്പോഴാവാ, എനിക്ക് കുറേ എൻ്റെ ദുഃഖങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു ഒരു സ്ത്രീ. അപ്പം എനിക്ക് ഈ സമയത്ത് അത് ഓർമ്മ വരി. ഭാഗവതാണ് നമുക്കതിന് മറുപടി പറയണത്. എവിടുന്നാണ് നമുക്ക് ദുഃഖം വരണത്? നമ്മൾ ദുഃഖങ്ങളെ സ്വീകരിക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക്. ഗുരുവായൂരപ്പനെ നമ്മുടെ ഉള്ളിൽ ഇരുത്തണില്ല നമ്മൾ. മഹാഗണപതി നമുക്ക് കാണിച്ചു തരണില്ലേ? ആരെയാ മഹാഗണപതി എടുത്ത് മടിയിൽ വെച്ചിരിക്കണത്? ശ്രീ ഗുരുവായൂരപ്പനെയാ, ഉണ്ണിക്കണ്ണനെയാ. ആ കണ്ണനെ ഒന്ന് നമ്മളെടുത്ത് മടിയിൽ വെച്ച് നോക്കൂ. അപ്പൊ നമുക്ക് ഭൗതികാശ്ചകഥംക്ലേശാബാധന്തേ ഹരിസംശ്രയം. അപ്പൊ അങ്ങനെയായാൽ നമ്മളെ ദുഃഖങ്ങൾ ബാധിക്കില്ല എന്ന് നമുക്കങ്ങോട്ട് ബോധ്യം വരും. ഏതായാലും അങ്ങനെ കർദമ പ്രജാപതിയുടെ അടുത്ത് വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് പത്നി ആയിട്ടുള്ള ദേവഹൂതി ശുശ്രൂഷയോടുകൂടി അവിടെ ഇങ്ങനെ കഴിഞ്ഞു. എന്നാൽ കർദമ പ്രജാപതിയോ ആ വിവാഹം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാണ്. അദ്ദേഹം തപസ്സിലാണ്, ധ്യാനത്തിലാണ് എപ്പോഴും. ലവലേശൊരു മാറ്റം ദേവഹൂതിക്കും ഉണ്ടായില്ല. എങ്ങനെയാണോ തൻ്റെ ഭർത്താവിനെ താൻ ശുശ്രൂഷിക്കേണ്ടത്, ഭവാനീവ ഭവം പ്രഭും ഒക്കെയാണ് ഭാഗവത്തിൽ പറയണത്. ശ്രീ പാർവതി ശ്രീ മഹാദേവനെ തപസ് ചെയ്ത പോലെ എന്നാണ് അല്ലേ. കുട്ടിയായിരിക്കുമ്പം തന്നെ തപസ്സിന് പുറപ്പെട്ടു. അപ്പം അമ്മ പറഞ്ഞു, കുട്ടി ആയില്ല കേട്ടോ, പ്രായമായില്ല, സമയമായില്ല എന്ന് പറഞ്ഞു എന്നാണ്. അതാണ് ഉമാ എന്ന് പേര് വന്നത് അങ്ങനെയാ. പക്ഷേ പാർവതിക്ക് ക്ഷമയില്ല, പോവുകയാണ് തപസ്സിന്, പോവുകയാണ് ചെയ്തത്. അതുപോലെ ഭവാനീവ ഭവം പ്രഭും, ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ടും തപസ് ചെയ്യുകയാണല്ലോ എന്നുള്ളൊരു പരിഭവമല്ല, സന്തോഷമായിട്ട് ആ സമയം കണ്ടറിഞ്ഞ് ഭർത്താവിനെ ശുശ്രൂഷിച്ചും കൊണ്ടിരുന്നു. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കണത്. നമ്മളുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്താൽ നേരം പോവും. അപ്പം ആ വക വിഷയങ്ങൾ നമ്മൾ എടുക്കുകയേ വേണ്ട. ഉള്ള സമയം ഭാഗവതത്തിൽ തന്നെ മനസ്സിനെ വെക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ ദേവഹൂതിയുടെ ആ ശുശ്രൂഷ അത് വളരെ ഗംഭീരായി. കാലേന ഭൂയസാക്ഷാമാം കരിശിത വ്രതചര്യയാ. കുറെ കാലം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു എന്നാ പറയണത്. ഒരിക്കൽ കണ്ണ് തുറന്നപ്പോഴേ പഴയ ദേവഹൂതിയൊന്നല്ല അടുത്ത് നിൽക്കണത്. അങ്ങനെ മെലിഞ്ഞ് ആ മുടിയൊക്കെ അങ്ങനെ ജട പിടിച്ച് അങ്ങനെയുള്ളൊരു പെൺകിടാവാണ് ഇപ്പം തൻ്റെ അടുത്ത് നിൽക്കണത്. ഒരു കാരുണ്യം തോന്നി കർദമ പ്രജാപതിക്ക്. തുഷ്ടോഹമദ്യ തവ മാനവിമാനദായ. മാനവി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ആ മനുപുത്രിയല്ലേ. അപ്പം ആ സ്വഭാവ ഗുണം കാണാതിരിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദേവഹൂതി വളരെ സന്തോഷമായി. ദേവഹൂതിയുടെ ആ ശുശ്രൂഷ കൊണ്ട്
തൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് എനിക്ക് വേണ്ട തന്നെ എല്ലാം ചെയ്ത് നിന്നില്ലേ. വളരെ ഗംഭീരായി. ആവട്ടെ, എന്താ മോഹം, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ദേവഹൂതി അപ്പം ഗംഭീരായിട്ട് അഭിമാനം നടിച്ച് എനിക്ക് മോഹമൊന്നും ഇല്ലേ എന്ന് പറയുകയല്ല ഉണ്ടായത്. എങ്ങനെയാണോ കർദമ പ്രജാപതി ഭഗവാനെ കണ്ടപ്പോൾ സജ്ജനങ്ങൾ പറയാറുണ്ട്, ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ എന്തേ വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ദാ എനിക്ക് ഇങ്ങനെയൊക്കെ മോഹമുണ്ട്, അപ്പോൾ അതിൽ ബന്ധമില്ലാണ്ട് അവിടുത്തെ സേവിച്ചും കൊണ്ട് എനിക്ക് എൻ്റെ ആ ദാമ്പത്യ ജീവിതം നയിക്കാറാവണേ എന്നുള്ള സത്യം പറഞ്ഞില്ലേ. അതാണത്രേ ഭഗവാൻ ഏറ്റവും സന്തോഷമായത്. സത്യസ്വരൂപനാണല്ലോ അവിടുന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ ദേവഹൂതി ഉണ്ടായിരിക്കുന്നത്. ദേവഹൂതി പറഞ്ഞു, അവിടുത്തെ പോലെ സൽഗുണസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടിയാൽ പിന്നെ എന്താ ഒരു കന്യക ആ പത്നി മോഹിക്കുക? അതോ അതുപോലെ സൽഗുണസമ്പന്നനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാവണം എന്നല്ലേ മോഹിക്കുക? കഴിയാൻ ഭർത്താവിനോടുകൂടി കഴിയാൻ ഒരു നല്ലൊരു ഗൃഹം, അവിടെ ഒരു സൽപുത്രൻ, അതൊക്കെയാണല്ലോ സാധാരണ ആ പെൺകുട്ടികൾ മോഹിക്കുക. ആ മോഹങ്ങളൊക്കെ അടിയനും ഉണ്ട് എന്നങ്ങനെ പറഞ്ഞപ്പോൾ പ്രിയായ പ്രിയമൻ വിച്ചൻ, ഒരു വിഷമമൊന്നുമില്ല ഇതിനൊന്നും. പിന്നെ ഭഗവത് ഭക്തന്മാർക്ക് മനസ്സുകൊണ്ട് അങ്ങനെ സങ്കല്പിക്കേ വേണ്ടൂ. തപോനിധി എന്നൊക്കെയാ പറയാറുള്ളത്. തപസ്സാകുന്ന നിധി, ആ ധനാണ് ധാരാളം അങ്ങനെ സമ്പാദിച്ച് എവിടെയാ ഇതൊക്കെ സൂക്ഷിച്ചിരിക്കണത്? സജ്ജനങ്ങൾ പറയാറുണ്ട്, ശ്രീപാദം ബാങ്കിലാത്രേ ആ ധനമൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കണത്. പീശിക്കന്മാരെ എടുക്കില്ല. എന്തെങ്കിലുമൊക്കെ മോഹല്ലേ, കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ? ഏയ് ഒക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒക്കെ അവിടെ അങ്ങനെ കൊണ്ടുപോയി വെക്കും. അങ്ങനെയാ സജ്ജനങ്ങൾ. അങ്ങനെ എത്രയാ ധനം സമ്പാദിച്ചിരിക്കണത്. ഈ വേഷമൊന്നും കണക്കാക്കണ്ട. അപ്പോൾ കർദമ പ്രജാപതി ഒന്നങ്ങനെ സങ്കല്പിച്ചേ ഉള്ളൂ, വിമാനം കാമകം. എന്താ ഒരു 7 നിലയുള്ള ഒരു വിമാനം അവിടെ അങ്ങനെ മുറ്റത്ത് അങ്ങനെ പറന്നു വന്ന് നിന്നു എന്നാണ്. 7 നിലയാ. എല്ലാ വീടാണോ നല്ല വലിയ കൊട്ടാരം, എന്നാ വിമാനമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ആ 7 നിലയിലും ഉണ്ട്. എവിടെ വേണേ സുഖമായിട്ടിരിക്കാം. ഇതങ്ങനെ കണ്ടപ്പോൾ എന്താ ആ വിമാനത്തിൻ്റെ ഒരു വർണ്ണന ഉണ്ട് കേട്ടോ. അതൊക്കെ നേരെയുള്ളപ്പോൾ ഇരുന്ന് നോക്കിയാൽ മതി, അതാ നല്ലത്. അതൊന്നും നമ്മൾ വർണ്ണിക്കണ്ട. ഇതിൽ ഗൃഹം തൽ പശ്യന്തീം നാദിപ്രീതേന ചേതസ എന്നൊക്കെയാണ്. ഇത്ര ഗംഭീരായിട്ടുള്ളൊരു വിമാനം കണ്ട സമയത്ത് ദേവഹൂതിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി കർദമ പ്രജാപതി. എന്താ ദേവഹൂതി, സന്തോഷമായില്ലേ എന്ന് ചോദിക്കണ മാതിരി എന്തോ ഒരു പോരായ ദേവഹൂതിക്ക് മനസ്സിലായി. അപ്പോൾ കർദമ പ്രജാപതി പറഞ്ഞു, എന്താ ആ തീർത്ഥത്തിൽ ഒന്നിറങ്ങി അങ്ങനെ മുങ്ങിക്കോളൂ, അപ്പോൾ ഒക്കെ വേണ്ട പോലെ ആവും എന്ന് പറഞ്ഞു. അവിടെ ആ തീർത്ഥത്തിൽ എന്താ ആ തീർത്ഥത്തിന് പ്രത്യേകത? അതോ ബിന്ദു സരസ് എന്നാ അതിൻ്റെ പേര്. എന്താ അത്? ഭഗവാൻ കർദമ പ്രജാപതിയുടെ മുമ്പിൽ പ്രത്യക്ഷമായ സമയത്ത്, ഈശ്വര ഇത്രയും കാലമായോ അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കണു എന്നുള്ളൊരു വാത്സല്യം ഭഗവാന് തോന്നിയതുകൊണ്ട് ആ വാത്സല്യത്തിൻ്റെ 2 കണികകൾ, 2 കണ്ണുനീർ മുത്തുകൾ ആ സരസിൽ അങ്ങനെ വീണു എന്നാണ്. അപ്പം അത് കാരണം അതിലൊന്ന് മുങ്ങിയാൽ മതി, പിന്നെ എന്താ വേണ്ടത്? എല്ലാം ഉണ്ടാവും. അപ്പോൾ ദേവഹൂതി അതിലിങ്ങോട്ട് മുങ്ങി പൊങ്ങിയപ്പോഴേക്ക് ഹായ് നിറച്ചും അപ്സരസ്സുകൾ, ദേവകുമാരിമാര്, അവര് ആ ദേവഹൂതിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ അവിടത്തേക്ക് വേണ്ടത് ചെയ്യാൻ വേണ്ടി, ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി വന്നവരാണ്. വയം കർമ്മകരീസ്തുഭ്യം സാധിനക്കരവാമയ്ക്കും കൽപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് 4 പുറവും അപ്സരസ്സുകൾ നിൽക്കുന്നത്. പിന്നെ ദേവഹൂതിയെ ഗംഭീരായിട്ട് അങ്ങനെ സ്നാനം ചെയ്യിച്ച് കൊണ്ടുപോയി ഗംഭീരായിട്ട് അങ്ങനെ അലങ്കരിച്ച ആ ഒരു വലിയൊരു കണ്ണാടിയുടെ മുമ്പിൽ, നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ഭാവന ചെയ്യുക. വലിയൊരു കണ്ണാടിയുടെ മുമ്പിൽ ദേവഹൂതി അങ്ങനെ ഇരുത്തിയ സമയത്തും ആ മുഖത്ത് ചെറിയൊരു മ്ലാനത എവിടെയോ ഉണ്ടോ. കണ്ണാടിയിൽ ഒരിക്കൽ അങ്ങനെ നോക്കിയപ്പോഴേ ആ മുഖം അങ്ങോട്ട് വികസിച്ചു എന്നാണ് കഥ. എന്താ അത്? പിന്നിൽ നിൽക്കണു കർദമ പ്രജാപതി. എന്താ പറയണില്ലേ, മഹാദേവൻ വളരെ സുന്ദരനായിട്ട് പാർവതിയെ വിവാഹം കഴിക്കാൻ വന്നു എന്ന് പറയണില്ലേ. സുന്ദരേശ്വരനായിട്ട് എന്നൊരു പേര് പറയാറുണ്ട്. അതുപോലെയാണ് ഈ കന്യകമാരെ അലങ്കരിക്കണ സമയത്ത് എന്താ വിചാരം?
ഓ, ഇനിയിപ്പോൾ കർദമ പ്രജാപതി ആ പഴയ പോലെ ആ കാഷായ വേഷവും ജടയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവില്ലേ എന്നാണ് ഉള്ളിൽ ചെറിയൊരു ദുഃഖം ഉണ്ടായിരുന്നത്. അപ്പോഴാ കണ്ണാടിയിൽ ഇങ്ങനെ കാണുന്നത് കർദമ പ്രജാപതിയെ. എന്താ കാമദേവൻ അങ്ങോട്ട് മാറി നിൽക്കും. അങ്ങനെയാണേ, അങ്ങനെ ഒരു രൂപം സ്വീകരിച്ചും കൊണ്ട് വാദ്യഘോഷങ്ങളോടുകൂടി ദേവഹൂതിയെ കർദമനെ രണ്ടുപേരെയും കൂടി ആ വിമാനത്തിലേക്ക് അങ്ങോട്ട് എഴുന്നള്ളിച്ചു. ഹായ് മഹാരാജാവേ, തസ്മിന്നലുപ്തമഹിമ പ്രിയയാനുരക്തോ വിദ്യാധരീഭി ഉപചീർണവപുർവിമാനേ ബഭ്രാജ. പിന്നെണ്ട അവരുടെ ഒരു മധുവിധു പറയാനുണ്ടോ? എവിടേക്കാന്ന്? ഒക്കെ ദേവന്മാരുടെ ഉദ്യാനത്തിലാണ് എന്നാണ്, ദേവോദ്യാനങ്ങളിലാണ്. വൈശ്രംഭകെ സുരസനെ നന്ദിനെ പുഷ്പഭദ്രകെ, നന്ദനോദ്യാനം എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലേ. അതേപോലെ എത്ര ഉദ്യാനങ്ങളാണ് അവിടെയൊക്കെ. അവിടെയാണ് ഇവരുടെ മധുവിധു ഉണ്ടായിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ദേ നമ്മളൊക്കെ ഇപ്പോൾ അമ്പിളിയമ്മാമനെയും ഒക്കെ കാണുന്നില്ലേ, അതേമാതിരി നമ്മുടെ ഭൂമിയാണ് ദേവഹൂതി ആ കാണുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കൂ അത്രേ. അങ്ങനെയാണ് വളരെ സുഖമായിട്ട്. എന്താ ഇതിന് കാരണം? എന്താ അപ്പം അതുകൊണ്ടൊക്കെ നമ്മളെ പഠിപ്പിക്കണത്? കിന്തുരാപാദനം തേഷാം പുംസാമുദ്ദാമചേതസാം യൈരാശ്രിതസ്തീർത്ഥപദശ്ചരണോ വ്യസനാത്യയ. അതാണ് നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. ഭഗവാനെ സേവിക്കാനാണെങ്കിൽ തുടങ്ങിയാൽ പിന്നെ ഒന്നും പറയണ്ട, ഒരു സുഖം ഉണ്ടാവില്ല. എപ്പോഴും കുളിക്കുക, നാമം ജപിക്കുക, ഇങ്ങനെയൊക്കെ ആയ മനുഷ്യന് ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. വെറുതെയാ എന്നാ പറയണത്. ഭക്തന്മാർക്ക് കിട്ടണ ഒരു സുഖം ഉണ്ടല്ലോ, അത് സാധാരണക്കാര് എത്ര ജന്മം തല കുത്തി നിന്നാലും കിട്ടില്ല എന്നാണ് അത് ഭാഗവതപ്പം നമ്മളോട് പറയണത്. ആ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളൊന്ന് ഭജിച്ചു നോക്കൂ. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്, നമ്മറാണ് സന്നിധത്തെ. നിങ്ങൾ പ്രാർത്ഥിക്കണ മോഹങ്ങളല്ല സാധിക്കുള്ളൂ. ഗുരുവായൂരപ്പനറിയാം, ദാ അവൻ്റെ ഉള്ളിൽ ഇന്ന മോഹമുണ്ടോ എന്നൊരു സംശയം. ധ്രുവനോട് പറഞ്ഞില്ലേ, ധ്രുവ എന്നെ ഭജിക്കാൻ വരണ സമയത്ത് ആർക്കും കിട്ടാത്ത ഒരു സ്ഥാനം വേണമെന്ന് ധ്രുവൻ വിചാരിച്ചു. ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു ധ്രുവ, ഇനി അത് വേണ്ടാന്ന് പറയരുതേ എന്ന് പറഞ്ഞു എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഭഗവാൻ സുഖങ്ങളൊക്കെ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക എന്നൊരു ഭാഷ പറയാറില്ലേ നമ്മൾ. ആ സുഖം ഉപേക്ഷിക്കരുത് കേട്ടോ, ദേ അതും വേണം കേട്ടോ, അതും വേണം കേട്ടോ, അതൊക്കെ ഞാനാ പറയണതേ, ഇതൊക്കെ എടുത്തേ പറ്റൂ. അമ്മമാര് അല്ലേ യശോദമ്മ ഉണ്ണികൃഷ്ണന് ഉണ്ണി കണ്ണനുണ്ണി മാമുണ്ണാണ് എന്ന് പറഞ്ഞ് ഓരോന്ന് കഴിപ്പിക്കണ മാതിരി കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തന്മാരെ ഭക്തനായിട്ട് ഭഗവാൻ ഇങ്ങോട്ട് അംഗീകരിച്ചാൽ പിന്നെ ഭക്തന്മാരെ ഓരോന്നങ്ങനെ കൊടുത്ത് സന്തോഷിപ്പിക്കലാണ്. അതുകൊണ്ട് എന്തായി, വളരെ സുഖമായിട്ട് ധാരാളം ശതം വ്യതിയു 100 കൊല്ലം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു എന്നാണ് കഥ. അപ്പോഴേക്കും എന്തായി, 9 രൂപ എടുത്തിട്ടാണ് അത്രേ ദേവഹൂതിയെ സന്തോഷിപ്പിച്ചിരിക്കുന്നത് കർദമ പ്രജാപതി. അപ്പോൾ 9 പെൺകുട്ടികളായി ദേവഹൂതിക്ക്. അപ്പോൾ കർദമൻ വേഗം എന്താ മനസ്സിൽ വിചാരിച്ചാൽ മതി, അതുപോലെ ആ വിമാനത്തിലെ യാത്ര. അപ്പം ആ വിമാനം ഭൂമിയിൽ വന്നങ്ങനെ നിന്നു. വേഗം കർദമ പ്രജാപതിയും ആ ദേവഹൂതി പുത്രിമാരോട് എല്ലാവരോടും കൂടി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തേ കർദമ പ്രജാപതി ചെയ്യണത്? വേഗം ആ തൻ്റെ പഴയ വേഷം ഉണ്ടല്ലോ, കാഷായ വേഷം, അതൊക്കെ അങ്ങോട്ട് എടുത്തു ധരിച്ചു. ദേവഹൂതിയോട് പറഞ്ഞു, ദേവഹൂതി ഞാൻ പോവുകയാണ്, സന്താനം ഉണ്ടായാൽ സന്യസിക്കും, ഞാൻ അച്ഛന് വാക്കു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സന്യസിക്കുകയാണ് എന്നങ്ങനെ പറഞ്ഞു. എന്താ ദേവഹൂതി പറയുക? ശരിയാണ്. അതാണ് ഓരോ കാര്യവും എങ്ങനെ പറയണം, എല്ലാം ആ ആദ്യം മുതൽ ഓരോ പടിപടിയായിട്ട് നമ്മൾ എങ്ങനെ വേണം, എന്ത് പറയണം, ഓരോ സമയത്തും ഓരോരുത്തരോടും എന്ത് പറയണം, എങ്ങനെ പറയണം ഒക്കെ വേണ്ട പോലെ ഭാഗവതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദേവഹൂതി എന്താ പറഞ്ഞത്? സർവം തൽ ഭഗവാൻ മഹ്യം ഉപമാഹ പ്രതിശ്രുതം. വളരെ ദുഃഖമുണ്ടേ ഉള്ളിൽ. ഭർത്താവ് 9 പെൺകുട്ടികളാണ് മുമ്പിൽ നിൽക്കണത്. ഭർത്താവ് സന്യസിച്ച് പോവുകയാണ് എന്നാണ് പറയണത്. വേണ്ടാന്ന് പറയാൻ പറ്റുമോ? മുമ്പേ വാക്ക് തന്നതാണ്. അപ്പം എന്താ ദേവഹൂതി പറഞ്ഞത്? വളരെ ശരിയാ. പക്ഷേ ഈ 9 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ നമുക്ക്? പിന്നെ എനിക്ക് വേണ്ടത് പറഞ്ഞു തരാൻ ഒരു പുത്രൻ, അതുണ്ടാവണ്ടേ?
കാരണം ശരിക്കും അവിടുത്തെ പോലെ ഒരു സജ്ജനത്തിന് ഭർത്താവായി കിട്ടിയാൽ എന്തു വേണം? നേഹയൽ കർമ്മധർമായ ന വിരാഗായ കൽപ്പതേ ന തീർത്ഥപദസേവായ ജീവന്നപി മൃദോഹിസ. അവരവർക്ക് വേണ്ടതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. ഞാൻ അതൊന്നും ഉണ്ടായില്ല. ലൗകിക സുഖങ്ങളിൽ ആണ്ട് മുങ്ങാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിന് ഭഗവാന്റെ മായ അത്രേ പറയാനുള്ളൂ. എന്നാലും എന്നെ ഈ ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ല ഒരു പുത്രൻ നമുക്ക് ഉണ്ടാവണ്ടേ എന്നങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോഴാ കർദമ പ്രജാപതി പറഞ്ഞത് ശരിയാണ്, വളരെ നന്നായി ഓർമ്മിപ്പിച്ചത്. എന്താത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 9 പുത്രിമാർ ഉണ്ടായതിൻ്റെ ശേഷം 10ാമത് ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവതരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സന്യസിച്ചു പോയാൽ ആർക്കാ നഷ്ടം? കർദമ പ്രജാപതിക്ക് തന്നെയാണ് നഷ്ടം. അപ്പൊ കർദമ പ്രജാപതിക്ക് വളരെ സന്തോഷമായി. സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥമ ഭജൽ ഗുരും എന്നാണ് ദേവഹൂതി നന്നായി പറഞ്ഞത്. നമുക്ക് ഭഗവാന്റെ വരവിനെ കാത്തിരിക്കാം, വേണ്ട പോലെ സേവിച്ചോളൂ എന്നങ്ങനെ പറഞ്ഞ് തസ്യാം ബഹുദിഥേ കാലേ ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്നോ യജ്ഞേഗ്നിരിവദാരുണി. അതാണ് ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും എങ്ങനെയാ ഭഗവാനെ കിട്ടുക? ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം. ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ ആ വരവിനായി കാത്തിരിക്കണ സമയത്ത് ആ നല്ല മുഹൂർത്തത്തിൽ ഭഗവാൻ തന്നെ അവരുടെ മുമ്പിൽ ആ കപിലവാസുദേവര് എന്നുള്ള പേരിൽ പ്രത്യക്ഷായി എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ഭഗവാനെ ഗംഭീരായിട്ട് സ്തുതിച്ചു. പോരാ, കർദമ പ്രജാപതിയോട് വളരെ സന്തോഷം പറഞ്ഞു. എന്താ? എന്മേ സഞ്ജഗൃഹേ വാക്യം ഭവാൻ മാനദ മാനയെന്നാണ്. ഞാനാണ് അങ്ങയോട് വിവാഹം കഴിക്കണം, പുത്രൻ ഉണ്ടാവണം, പിന്നെ സൃഷ്ടി വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഭഗവാനെ തന്നെയാണ് അങ്ങ് പുത്രനായി നേടിയിരിക്കുന്നത്. ഇനി ഇതിലധികം എന്താ വേണ്ടത്? വളരെ സന്തോഷമായി എന്ന് ബ്രഹ്മാവ്. ഭഗവാന്റെ അവതാരം ദേവന്മാർ ഗംഭീരായിട്ട് ആഘോഷിച്ചു. പിന്നെ ബ്രഹ്മാവാണ് വേഗം ആ പെൺകുട്ടികളുടെ വിവാഹമൊക്കെ കഴിപ്പിച്ചത്. ഭഗവാൻ ഒരു ഭാരാവണ്ട. എന്താ കാരണം? കർദമ പ്രജാപതി ഭഗവാൻ ഉണ്ടായപ്പോഴേക്കെന്നെ സന്യസിച്ച് പോവാനുള്ള തിരക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പം കർദമൻ പോണതിൻ്റെ മുമ്പ് തന്നെ ആ 9 പെൺകുട്ടികളെയും തൻ്റെ പുത്രന്മാർക്ക് മരീചയെ കലാംബ്രാതൽ അതിനസൂയ മഹാത്രയെ ശ്രദ്ധ മങ്കിരസേയച്ചൽ 10 പുത്രന്മാരാണ് ബ്രഹ്മാവിനെ. അപ്പം അവരെയൊക്കെ വിളിച്ചു. ആർക്കാ അതിൽ വിവാഹം വേണ്ടാത്തതുള്ളത്? ആരെന്നും പറഞ്ഞു എന്നെ ഒഴിവാക്കിയാൽ കൊള്ളാം. പാകായി എന്നങ്ങോട്ട് മാറി നിന്നോളൂ. അപ്പോൾ 9 പുത്രന്മാരെ നിരത്തി നിർത്തി. ഈ 9 പുത്രിമാരെയും നിർത്തിയപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ മുമ്പിലുള്ള മഹർഷിയെ വിവാഹം ചെയ്ത് ഇങ്ങോട്ട് സ്വീകരിക്കാം. നല്ല പാകായി. അവരെല്ലാവരും അവരവരുടെ പത്നിമാരോടുകൂടി അവരവരുടെ ആശ്രമത്തിലേക്ക് പോയി സുഖമായിട്ട് താമസിക്കണു. വിതുര പിന്നെ അവിടെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കർദമ പ്രജാപതി വീണങ്ങനെ നമസ്കരിച്ചു. എന്താ അത്? ഞാൻ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യണം എന്നാണ് മോഹിക്കണത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്ന് ഭഗവാനോട് ഒരു സമ്മതം ചോദിച്ചു. അതാണ് ഗച്ഛകാമം മയാ പൃഷ്ടോ മയി സന്യസ്ത കർമ്മണ ജിത്വാ സുദുർജയം മൃത്യും അമൃതത്വായ മാം ഭജ്യ എന്നാണ്. അച്ഛൻ പറഞ്ഞിട്ടാണെങ്കിലും വിവാഹം കഴിക്കണം എന്നുള്ളൊരു മോഹമൊക്കെ വെച്ചിട്ടാണ് മുമ്പ് എന്നെ തപസ് ചെയ്തിരിക്കണത്. ഇനി അങ്ങനെയുള്ള മോഹമൊന്നും വെക്കണ്ട, എന്നെ നിഷ്കാമായിട്ട് ഭജിച്ചോളൂ, കാട്ടിലെ എല്ലാറ്റിലും എന്നെ കണ്ടുകൊണ്ട് സഞ്ചരിക്കൂ എന്നും പറഞ്ഞ് യാത്രയാക്കിയപ്പോൾ പറയാൻ മറന്നില്ല ഭഗവാൻ. എന്ത്? മാത്രാധ്യാത്മികീം വിദ്യാം ശമനീം സർവകർമ്മണാം വിതരിഷ്യേയയാ ചാസൗ ഭയം ചാതി തരിഷ്യതീന്ന്. പേടിക്കണ്ട, അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അമ്മയെ ഞാൻ എത്തേണ്ട അടുത്ത് എത്തിച്ചോളാം. അച്ഛൻ അവിടെ എത്തണതിൻ്റെ മുമ്പേ അമ്മ അവിടെ എത്തിക്കോളും. പോരെ ചോദിച്ചാൽ ഇനി ഇതിലധികം എന്താ ചോദിക്കേണ്ടത്? അങ്ങനെയാണ് കർദമ പ്രജാപതിയെ യാത്രയാക്കിയിരിക്കുന്നത്. കർദമ പ്രജാപതി അതെ ദിരഹംകൃതിർ നിർമ്മമശ്ച നിർദ്വന്ദ്വ സമദൃക് സ്വദൃക് പ്രത്യക് പ്രശാന്തധീർധീര പ്രശാന്തോർമിരിവോ ദധി എന്നാണ്. തെരയടങ്ങിയ കടൽ പോലെ എന്നാണ്. ആ മനസ്സ് പരമശാന്തിയെ പ്രാപിച്ചു എന്നർത്ഥം. ഒരിളക്കില്ല ഭഗവാനിൽ അങ്ങോട്ട്
ലയിക്കുക കഴിഞ്ഞിരിക്കണു ആ മനസ്സ്.